വിദേശത്ത് പഠിക്കാൻ വിടുന്ന സമയത്ത് വീട്ടിൽ ഒരുപാട് ടെൻഷനുകൾ വരാറുണ്ട്. അത്തരവേളയിൽ എനപ്പോയ കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് 2 പേര് ഒരു വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. റെൻ മാമനും ഹന മാമനും, അവർ ചേട്ടനും അനീത്തിയാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരാളെ തന്നെ വിടാൻ നേരത്ത് ഒത്തിരി പേര് ടെൻഷൻ പറയാറുണ്ട്, വിദേശത്ത് പോയി പഠിക്കുന്നു, മെഡിസിൻ പഠിക്കുന്നു, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കോഴ്സാണെന്ന്. അപ്പോൾ ഈ 2 പേരെ വിട്ട് വീട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആക്ച്വലി അതിൻ്റെ ലോൺലിനെസ് ഉണ്ട് നമുക്ക്. കാരണം 2 പേരും ഒരുമിച്ച് പോകുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആക്ച്വലി ആദ്യം മോന മാത്രമായിരുന്നു പോകാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ മോള് പറഞ്ഞു, ഞാൻ പറഞ്ഞു 1 വർഷം ഇവിടെ നീറ്റ് റിപ്പീറ്റൊക്കെ ചെയ്യും എന്ന് പറഞ്ഞപ്പം വൈഫാ പറഞ്ഞു 2 പേരോട് ഒരുമിച്ച് പോട്ടെ, അവൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവനൊരു കൂട്ടാകുമല്ലോ. ആദ്യം അപ്പം മോൾക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവൾ തന്നെ പറഞ്ഞു ഇപ്പോൾ എടുത്ത ഡിസിഷൻ ഭയങ്കര നന്നായിപ്പോയി. കാരണം അവർ വേറൊരു രാജ്യത്തായിരിക്കുമ്പം അവർക്ക് അങ്ങോട്ടും വളരെ ഹെൽപ്ഫുള്ളായി. അവർ പറഞ്ഞു ഞങ്ങളുടെ ഇത് കുറച്ചുകൂടി ബോണ്ട് കൂടി എന്ന് പറഞ്ഞു. അവൻ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു, അവൾ ഇത് ചെയ്യുന്നു. അപ്പോൾ ആ ഡിസിഷൻ നന്നായെന്ന് ഞങ്ങൾക്ക് പിന്നീട് തോന്നിയത്. ചേച്ചിക്കൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ MBBS പോലൊരു കോഴ്സ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ ചെല്ലുന്നതിന് മുന്നേ പുതിയൊരു, അത് എനപ്പോയുടെയാണ്, നമുക്ക് ആ ബ്രാൻഡ് എല്ലാം അറിയാമെങ്കിലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ അവിടെ എന്നുള്ളത്. ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പം ഹനയും റെന്നും ആണെങ്കിലും വിളിച്ചിട്ട് എന്നാ പറഞ്ഞു, അവർ ഹാപ്പിയാണോ? ശരിക്കും ആദ്യം പറഞ്ഞില്ലേ ഒരു കുട്ടിയെ വിടുമ്പോൾ ഉള്ളൊരു സ്ട്രെസ്സ്, എന്നാൽ ഞങ്ങൾക്ക് ആ സ്ട്രെസ് ഇല്ലിപ്പോൾ. അവർ 2 പേരായതുകൊണ്ട്. ഈവൻ റെൻ ആദ്യം പോയിരുന്നു എങ്കിൽ ശരിക്കും അവൻ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നേനെ 100%. കാരണം ആ ഒരു ഹോം സിക്നെസ് എന്ന് പറയുന്ന സാധനം ശരിക്കുള്ളൊരു കുട്ടിയാണ്. പക്ഷെ ഹന്ന അങ്ങനെയല്ല, കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് ടേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ 2 പേരും കൂടെ ആയപ്പോൾ ശരിക്കും ദേ ആർ ജസ്റ്റ് എൻജോയിങ് ദാറ്റ്. പിന്നെ ഈ പിള്ളേരെ പഠിക്കാൻ വിടുന്ന സമയത്ത് ഇപ്പം ഇത് ഒരു സിബ്ലിംഗ് ഉണ്ട്, പക്ഷെ സുഹൃത്തുക്കൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ചേട്ടാ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇപ്പം റെന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഹന്നയാണെങ്കിൽ വിളിച്ചിട്ട് ഈ കമ്പൈൻഡ് സ്റ്റഡി, അവർ ഒരുമിച്ചിരിക്കൽ, പുറത്തു പോക്ക്, ആ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഞങ്ങൾ ഈ ഫസ്റ്റ് ഡേ ആകുമ്പോൾ ഇവർ ഒത്തിരി, ഞങ്ങൾ ഭയങ്കര ഡൗൺ ആയിരുന്നു അവിടെ പുതിയ സാഹചര്യത്തിൽ. കാരണം അവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് +2 വരെ വീട്ടിൽ തന്നെ നിന്നവരാ. ഒരു ക്യാമ്പിന് പോലും അവർ മാറി നിന്നിട്ടില്ല. കാരണം ഒരു ടൂറിന് തന്നെയാണെങ്കിൽ ഒരു ദിവസമൊക്കെ അല്ലാതെ അവർ മാറി നിന്നിട്ടില്ല. പക്ഷെ അപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നം, ഇവരെങ്ങനെ ഇത് സർവൈവ് ചെയ്യുമെന്നുള്ള ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഇവർ ഇവിടുന്ന് പോയപ്പോൾ തന്നെ എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്സായി. അവർ തന്നെ അവരുടെ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവരെല്ലാം കൂടെ ഒരുമിച്ച് സെറ്റായിട്ട് അവർക്ക് റൂം കിട്ടി. ഫസ്റ്റ് ഡേ കേട്ടോ അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമാണ്. കാരണം മോൻ എന്നും അവരൊക്കെ നമ്മളെ വിളിക്കുമല്ലോ, അവർ ഫ്രണ്ട്സും അതുപോലെ മോക്കും അവരൊക്കെ നമ്മളെ നമ്മുടെ കഥകൾ അവരോട് പറയും, അവർ നമ്മളെ വിളിക്കും. അപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര, പ്രത്യേകിച്ച് അവിടുത്തെ ഈ ബ്ലോക്ക് പിള്ളേർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അതൊരു വലിയ ഇതാണ്. മറ്റേത് നമ്മൾ ഇവിടെ ഒരു റെഗുലർ കോളേജിൽ കേരളത്തിലോ ഇപ്പോൾ കർണാടകയിലോ തമിഴ്നാട്ടിലൊക്കെ വിടുമ്പോൾ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ റാഗിങ് പ്രശ്നങ്ങൾ, അതൊക്കെ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടി. കാരണം മോൻ ഇതൊക്കെ സർവൈവ് ചെയ്യുമോ എന്നുള്ള പേടി. അവൾ കുറച്ചുകൂടെ ഒക്കെ നിന്ന് കൊടുക്കും. പക്ഷേ അതൊന്നും ഇല്ലാതെ വളരെ ഞങ്ങൾക്കും പീസ്ഫുള്ളായി പോകും. എല്ലാ ദിവസവും വിളിക്കുമ്പോഴും അവരെ കംഫർട്ടബിളാണ്. നമ്മൾ ടെൻഷനാണോ എന്ന് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. ഞങ്ങളെ കാണാണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? പിന്നെ അതുപോലെ അവിടുത്തെ പഠിപ്പിക്കൽ നമ്മൾ വിടുന്നത് എൻഡ് ഓഫ് ദി ഡേ എന്തിനാണ്, മെഡിസിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് എത്രത്തോളം സ്ട്രിക്റ്റ് ആണ്, കോഴ്സ് എങ്ങനെയാണ്, പിള്ളേരെ പഠിപ്പിക്കുന്നത്, അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേച്ചി? ആ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ചെറിയ കൺസേൺ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവിടുത്തെ ഉള്ള ആ ഒരു സിമുലേഷൻ ലാബ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് പഠിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു വെർച്വൽ റിയാലിറ്റിയിൽ അവർ പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക്കായിട്ട് അവർ പഠിക്കുന്നത്. ആ ഒരു പഠിത്തം തന്നെയാണ് ശരിക്കും വേണ്ടത്. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഇത് കഴിഞ്ഞു കഴിയുമ്പം അവർ മനസ്സിലാക്കി ഇറങ്ങി വരിക എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. വെറുതെ എന്തോ കാണാപ്പാഠം പഠിച്ചിട്ടല്ല അവരിറങ്ങി വരുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോ സബ്ജക്റ്റ് വൈസ് ചോദിക്കാറുണ്ട്. അനാട്ടമി ഒക്കെ ആദ്യം തുടങ്ങിയപ്പോൾ അതവർക്ക് ഇപ്പോൾ നന്നായിട്ട് അവരെ പഠിപ്പിക്കുന്നവർക്ക് നന്നായി അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത്.
പ്രത്യേകിച്ചും അനാട്ടമി, ഫിസിയോളജി, വേറെ മറ്റേ ഹിസ്റ്റോളജി, അതിലൊക്കെ അവരുടെ കഴിഞ്ഞ ഒരു ആവറേജ് മാർക്ക് നോക്കുമ്പം അവർ നന്നായിട്ട് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കേട്ടു കുറച്ച് സ്ട്രിക്റ്റ് ആണ്, അതായത് നമ്മൾ വളരെ ഫസ്റ്റ് ഇയർ തൊട്ടും വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ സമയമൊക്കെ വെച്ചിട്ടാണ്, ഹോസ്റ്റലാണെങ്കിലും എല്ലാം ടീച്ചർമാർ അവരുടെ കൂടെ താമസിക്കുന്നുണ്ട്, എല്ലാം കൊണ്ടും നമ്മൾ ഈ പുറത്തോട്ട് പോകുമ്പോൾ ഫ്രീഡം കൂടുതൽ കിട്ടും എന്നുള്ളൊരു, അങ്ങനെ അല്ല എന്നുള്ളതാണ് ഞാൻ കേട്ടതല്ലേ? തീർച്ചയായും അവിടെ അങ്ങനെ ഒരു ഫ്രീഡം ഇല്ല. ശരിക്കും ടൈം ബൗണ്ടഡ് ലേണിംഗ് ആണ്. ടൈം ബൗണ്ടഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് പിള്ളേർക്ക് വേറൊരു ചിന്താഗതി വരുന്നത്. അതില്ല അവിടെ. എപ്പോഴും പരീക്ഷകൾ, ടോട്ടലി എൻഗേജ്ഡ് ആണ്. ടോട്ടലി എൻഗേജ്മെൻ്റ് ആണ് വേണ്ടത്. ഇപ്പം കറൻറ്റ് സിറ്റുവേഷനിൽ അതാണ് വേണ്ടത്. കാരണം നമുക്ക് കുട്ടികൾക്ക് വേറൊരു എക്സ്പോഷർ കിട്ടാൻ പാടില്ല. പഠിക്കാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ശരീരം അവർക്ക് വേണം, അവർക്ക് വേറെ എൻ്റർടൈൻമെൻറ്റ് വേണം, അത് വേണ്ട എന്നുള്ളതല്ല. പക്ഷെ ഈ ഒരു കറൻറ്റ് നമുക്കറിയാലോ ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്. പിന്നെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം ദേ ആർ ലക്കി എന്നുള്ളതാണ് ഞാൻ ശരിക്കും വിചാരിക്കുന്നത്. പലപ്പോഴും വിദേശത്ത് പഠിക്കാൻ വിടുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അപ്പൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് പെട്ടെന്ന് മാറി വേറൊരു രാജ്യം, അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള. അങ്ങനെയല്ല, അല്ല അല്ല പറ്റില്ല. എനപ്പോയ ഇവിടത്തെ പോലെ തന്നെയാണ് ഇപ്പം അവിടെയും വരുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഫാക്കൽറ്റി ആയിട്ടൊക്കെ അവർ നല്ല കമ്പനി, അവർ പ്രത്യേകിച്ച് ഷാരൂഖ് സാർ അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ അവർ നല്ല രീതിയിലുള്ള ബിഹേവിയർ, ഫാസിൽ സാർ, അവരൊക്കെ എപ്പോഴും ഓരോരുത്തരുടെ കാര്യം പറയുമ്പോൾ നമുക്കും ബൈഹാർട്ടായി. കാരണം അവരൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് ഏത് സമയത്തും വിളിക്കാം, ഏത് കാര്യങ്ങൾ പറയാം. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെടുക്കുന്ന ഒരു എഫേർട്ടൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഫാക്കൽറ്റിയൊക്കെ, അതൊക്കെ നമുക്ക് അപ്രീഷിയബിളാണ്. ഭയങ്കര ഇതാണ്. നിങ്ങൾ വളരെ ഇൻവോൾവ് ആണ് രണ്ടുപേരും എന്നുള്ളത് എനിക്ക്, അതായത് ചിലർ പഠിക്കാൻ പറഞ്ഞു വിട്ടിട്ട് പിള്ളേർ പഠിച്ച് വന്നോളൂല്ലോ എന്നുള്ളതിൽ ഉപരി നിങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും വിളിച്ച് അന്വേഷിച്ചും ഭയങ്കര കോൺടാക്റ്റിൽ ഇരിക്കുന്ന പേരൻസും കൂടിയാണല്ലേ? തീർച്ചയായിട്ടും. എല്ലാ ദിവസവും വൈകിട്ട് ഓരോ ദിവസത്തെ അന്നത്തെ ഫുഡ് എന്താണ് ഇതെല്ലാം ചോദിക്കും. കാരണം അവർ മോനൊക്കെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കൺസേൺ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുന്ന് വിട്ട് നിൽക്കുകയും ഇന്ത്യൻ ഫുഡ് കിട്ടാതെ വരികയും, പ്രത്യേകിച്ച് അവിടുത്തെ സീസൺ അതൊക്കെ അവരൊക്കെ. പക്ഷെ മക്കൾ അത് അഡ്ജസ്റ്റബിളാണ് കേട്ടോ. കാരണം അവിടുത്തെ പ്രത്യേകിച്ചുള്ള വെതറിനനുസരിച്ചുള്ള അവൈലബിലിറ്റി അല്ലേ ഉള്ളൂ. വെജിറ്റബിൾസ് ആണെങ്കിലും ഏതിൽ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആദ്യത്തെ കുറേ കാലത്തെ ഫുഡ് അവർക്ക് വലിയൊരു വിഷയമായിരുന്നു. സമയമെടുക്കും, പിടിച്ചു വരണ്ടേ. അപ്പം എന്തായാലും ഹാപ്പിയാണ് നിങ്ങൾ. അതിൻ്റെ കൂടെ ചോദിക്കട്ടെ, ഹാപ്പിയാണ് ആ വഴി ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഒളിഞ്ഞു എന്ന് കേട്ടായിരുന്നു. ഞങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം. അവരുടെ സെം ബ്രേക്ക് എക്സാം കഴിഞ്ഞ ഉടനെ അവരുടെ കൂടെ പോയി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പേരൻസ് ഗ്രൂപ്പ് നിങ്ങളായിരിക്കും എന്ന് തോന്നുന്നു നേരെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. അല്ലല്ല, ഇതിനു മുമ്പ് പോയി. ഓ അടുത്തൊരു സെറ്റിൽ നിങ്ങൾ UAE-ലുള്ളവരൊക്കെ പെട്ടെന്ന് എത്താലോ അല്ലേ? പ്ലാൻ ചെയ്തിരിക്കുകയാണ് സെം ബ്രേക്ക് വന്നിട്ട് പിള്ളേരെ കൊണ്ട് പുറത്ത് ഇറങ്ങാനായിട്ട്. ഹാപ്പിയാണോ? തീർച്ചയായും 100% ഹാപ്പിയാണ്. കാരണം നമുക്ക് എനപ്പോയ എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടുത്തെ നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് വിട്ടത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ എനപ്പോയ അവിടെ ആണെങ്കിലും ഇപ്പോൾ മംഗലാപുരത്ത് എനപ്പോയ പഠിക്കുന്ന ഒരു ഫീലിങ്ങിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എല്ലാവരോടും ഞങ്ങൾ ആ എനപ്പോയ മംഗലാപുരം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുള്ള രീതിയിൽ. പക്ഷേ രാജ്യം അവിടെ ആണെന്നേ ഉള്ളൂ. പക്ഷേ സെയിം തന്നെ. അതെ, ഒരേ ഫാക്കൽറ്റി, ഒരേ ഫെസിലിറ്റി, ഒരേ സർട്ടിഫിക്കറ്റ് അതിന്റെ വാലിഡിറ്റി. പിന്നെ അതുകൊണ്ടാണ് നമുക്കൊരു ഭയങ്കര ഹാപ്പി. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവരുടെ എല്ലാവരുടെയും നല്ല ഒരു ടീം വർക്ക് ഉണ്ട് കേട്ടോ. അത് പറയാം, ശരത് സാർ അങ്ങനെ കുറെ പേരുണ്ട്. പിന്നാലെ നടന്ന് വിടുക മാത്രമല്ല, പുറകെ നടന്ന് അന്വേഷിക്കലും. അവർക്ക് ഇങ്ങനെ ഈ ടൈം ഷെഡ്യൂൾഡ് ആയിട്ട് എക്സാംസും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അവരെപ്പോഴും ഈ സബ്ജക്റ്റ് കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ അതൊരു വലിയ ഇതാണ്. അവർക്ക് ഈ അസൈൻമെൻറ്റ്സ്, പ്രസൻറ്റേഷൻസ് അങ്ങനെ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ റുട്ടീനായിട്ട് ഞങ്ങൾക്ക് ഇന്നതുണ്ട് അതുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ എപ്പോഴും എൻഗേജ്ഡാണ്. അത് തന്നെയാണ് നമുക്കും വേണ്ടത്. അതായത് ഈ ഒരു 4 മാസം കൊണ്ട് ഞങ്ങളൊരു മെഡിക്കൽ സ്റ്റുഡൻസ് ആയി എന്ന് അവർക്ക് ബോധം വന്നു. അവരോരോ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ അവരിൽ അങ്ങനെ ഒരു കാര്യം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷം റെന്നിൻ്റെയും ഹന്നയുടെയും വീട്ടിൽ ഞങ്ങൾക്ക് വരാൻ സാധിച്ചതിലും നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റിയതിലും. നമ്മൾ പറഞ്ഞു ഞങ്ങളെ കാണാൻ വന്നതിൽ പ്രത്യേക സന്തോഷം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
വെറുതെ കയറ്റി വിടല്ല, പിള്ളേർ അതിനുശേഷം പഠിക്കുന്നുണ്ടോ, അവരുടെ ഫുഡ് എങ്ങനെയാണ്, അവരുടെ ചുറ്റുപാട് എങ്ങനെയാണ്, അവരുടെ ആരോഗ്യം എങ്ങനെയാണ്, രീതികൾ എങ്ങനെയാണ്, അവരെന്താ അവിടെ ചെയ്യുന്നത് എന്നെല്ലാം അറിയാനായിട്ട് നമ്മൾ പ്രത്യേക ശ്രദ്ധ എടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു യാത്രയിൽ കണ്ടുമുട്ടാം.